കേരളത്തിൻ്റെ വികസനം എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത വിധം ഈ തെരഞ്ഞെടുപ്പിലെ വളരെ പ്രധാനപ്പെട്ട വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഘടകമാണ്. ഒപ്പം ജനക്ഷേമം എന്നുള്ളത് രാജ്യത്തിന് മുമ്പിലും ലോകത്തിന് മുമ്പിലും മാതൃകാപരമായി പല ഘടകങ്ങളാൽ നിൽക്കുന്ന കേരളം എന്നത് പ്രധാനപ്പെട്ട ഒരു സാഹചര്യം തന്നെയാണ്. അവിടെ കോൺഗ്രസ് ഇപ്പോൾ പറയുന്ന ഗ്യാരണ്ടി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക്, വിശദാംശങ്ങളിലേക്ക്, ജനങ്ങളുടെ അടുത്തേക്ക് വ്യക്തമാക്കാതെ അത്തരമൊരു ഗ്യാരണ്ടി ഓഫർ കൊണ്ട് മാത്രം ഈ വികസനത്തിൻ്റെ മികവാർന്ന ഇടതുപക്ഷത്തിൻ്റെ ട്രാക്ക് റെക്കോർഡിനെ മറികടക്കാൻ, ഭേദിക്കാൻ കോൺഗ്രസ്സിന് കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇടയിൽ വന്നതുപോലെ ഞാനിപ്പോൾ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ മാർച്ച് 4-ന് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. DA/DR കുടിശ്ശിക അനുവദിച്ചുത്തരവായി എന്നാണ് പറയുന്നത്. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമായി ലഭ്യമാക്കിയ DAയ്ക്ക് മുൻകാല പ്രാബല്യം നൽകി കുടിശ്ശികയും അനുവദിച്ചുത്തരവായി. സർവീസ് പെൻഷൻകാരുടെ DR കുടിശ്ശികയും ലഭിക്കും. നേരത്തെ അനുവദിച്ച DA/DR ഗഡുക്കൾക്കെല്ലാം മുൻകാല പ്രാബല്യം നൽകിക്കൊണ്ടാണ് കുടിശ്ശിക അനുവദിച്ചത്. UGC അത്തരം കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മെഡിക്കൽ എഡ്യൂക്കേഷൻ സ്കീമിലും ഒക്കെ ഉൾപ്പെട്ട അധ്യാപകർക്ക് ഉൾപ്പെടെ കുടിശ്ശിക ലഭിക്കും. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകേണ്ട മുഴുവൻ DAയും DRഉം ഇതിനകം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ അനുവദിച്ച DAയുടെയും DRൻ്റെയും കുടിശ്ശിക ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യുമെന്ന് ഇത്തവണ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 2026-27 സാമ്പത്തിക വർഷത്തിൽ നിശ്ചയിച്ച കുടിശ്ശിക ഗഡുക്കളുടെ വിതരണത്തിനായുള്ള തുകയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആ മാസങ്ങളിൽ പിന്നീട് വന്ന അത് ഓരോ ഘട്ടവും ഒക്കെ വന്നപ്പോഴൊക്കെ വാർത്തയായിരുന്നത് കൂടി ബന്ധപ്പെടുത്തിയാണ്, കണക്ട് ചെയ്താണ് ഞാനപ്പോൾ അത് സൂചിപ്പിച്ചത്. ഏതായാലും ചർച്ചയിൽ ഉയർന്നു വന്നതുകൊണ്ട് ധനകാര്യമന്ത്രി ആ കാലത്ത്, ഇപ്പോഴല്ല, മാർച്ച് മാസം 4-ന് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച കാര്യങ്ങൾ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. DA/DR കുടിശ്ശിക അനുവദിച്ച് ഉത്തരവായി എന്ന് സർക്കാർ വ്യക്തമാക്കിയ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്.